ഫെറൈറ്റിൽ 3 ടൈപ്പ് ഓഫ് സ്കില്ലറ്റ് അവൈലബിൾ ആണ്. ഒന്ന് വന്നിട്ട് 6 ഇഞ്ചസ്, അതിൻ്റെ താഴെ വന്നിട്ട് 7.5 ഇഞ്ചസ്, അതിൻ്റെ താഴെ 10 ഇഞ്ചസ്. മൂന്നിനും 3 യൂസ് ആണെന്നുള്ളതാണ്. ഈ ചെറുതിൻ്റെ അകത്ത് ബാച്ചിലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാൻ്റ് ആവശ്യമുള്ളൂ. പിന്നെ ഒരു 2 പേരൊക്കെ ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഒരു ചെറിയ ഒരു 2-3 പീസ് നമുക്ക് ഫ്രൈ ചെയ്യാനും പിന്നെ കടുക് താളിക്കാനും ഒരു കുഞ്ഞി കറിയൊക്കെ കുറച്ച് ചൂടാക്കി എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തടുക്ക പാൻ്റ് ആവശ്യമുള്ളൂ. പിന്നെ ഇതിന് ഒരു സിലിക്കൺ ഹാൻഡിലുണ്ട്. സിലിക്കൺ ഹാൻഡിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ മേലെ ഇത് വെച്ച് കഴിയുമ്പോൾ ഫ്ലെയിം വന്നിട്ട് ഇതിൻ്റെ ഈ ഹാൻഡിലേക്ക് വന്ന് കയറി പിടിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും പിടിക്കാൻ പറ്റാതെ ആവും. അതുകൊണ്ടാണ് സിലിക്കൺ ഹാൻഡിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കൈ നമുക്ക് ചൂടാവില്ല. പിന്നെ അതിൻ്റെ താഴെയുള്ളൊരു സൈസ് എന്ന് പറയുന്നത് 7.5 ഇഞ്ചസ് ആണ്. ഇത് അത്യാവശ്യം നമുക്കൊരു 3 പേര് 4 പേരൊക്കെ ഉള്ളൊരു ഫാമിലിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ അകത്തും ഇത് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി വലിയ സ്കില്ലറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് എക്സാക്ട് 10 ഇഞ്ചല്ല, 10.25 ആണ് ഇതിൻ്റെ ഒരു സൈസ്. പക്ഷെ ഞാനൊരു 10 ഇഞ്ചസ് എന്നേ പറയാറുള്ളൂ ഇതിൻ്റെ ഒരു ഡെപ്ത് വന്നിട്ട് കണ്ടോ 3 വിരലാണ്. 3 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഒരു ഡെപ്ത്. ഈ ഒരു എൻഡ് ടു എൻഡ് 10 ഇഞ്ചസും. ഇതിൻ്റെ നമുക്കൊരു കുക്കിംഗ് റേഞ്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ കേക്കിങ് പോന്നോളും. കറി വയ്ക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ സ്കില്ലറ്റ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രം എന്ന് പറയുമ്പോൾ കുക്ക് ചെയ്യുന്ന എല്ലാവരും മനസ്സിലേക്കും വരുന്ന ആദ്യത്തെ ഒരു പാത്രം എന്ന് പറയുന്നത് സ്കില്ലറ്റാണ്. കാരണം അത്രയും ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫെറൈറ്റിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ബുക്കിംഗ് എടുത്തോ.